മുൻപത്തെ വഖഫ് നോട്ടീസിൽ താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്ന് ഹൈക്കോടതി. ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. അതുവരെയുള്ള സംരക്ഷണത്തിന്റെ ഭാഗമായി സ്റ്റേ നൽകാമെന്നും കോടതി. വാക്കാലാണ് ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായത്. ഹർജിക്കാരെ സംരക്ഷിക്കുമെന്നും വാക്കാൽ പരാമർശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വാക്കാലുള്ള പരാമർശമാണെങ്കിലും മുൻപത്തെ 600-ലധികം കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയൊരു സംരക്ഷണ കവചമൊരുക്കുകയാണ് നീതിന്യായ സംവിധാനങ്ങൾ. വിവരങ്ങൾ. നീലിമ, തീർച്ചയായിട്ടും ഈ ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങളാണെങ്കിലും അത് മുൻപത്തെ തീരദേശ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. അതായത് നിലവിൽ ഈ മുൻപത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ട് ചില ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നിരുന്നു. ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഇന്ന് പരിഗണിച്ച വേളയിലാണ് താൽക്കാലികമായിട്ടുള്ള സംരക്ഷണം നൽകാമെന്നുള്ള വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ഈ വഖഫ് ബോർഡിന്റെ കുടിയിറക്കൽ ഭീഷണിയിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായി താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കമാണ്. അതിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു സിവിൽ കോടതിയെ പ്രസ്തുത ഹർജിക്കാർക്ക്, അതായത് ഭൂവുടമകൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. സിവിൽ കോടതിയിൽ നിന്ന് ആ ഒറിജിനൽ പെറ്റീഷനകത്ത് ഒരു സ്റ്റേ നേടിയെടുക്കാനും സാധിക്കും. അതുവരെയാണ് ഈ താൽക്കാലിക സംരക്ഷണം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കുക എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഹർജിക്കാരായിട്ടുള്ള ഭൂവുടമകളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇനി ഉത്തരവായിട്ട് ഇത് പക്ഷേ ഇറങ്ങിയിട്ടുമില്ല. പക്ഷേ ഒരു വാക്കാലുള്ള പരാമർശം മാത്രമാണ്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ അടക്കമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടുള്ളത് 1995 വഖഫ് ആക്ടിലെ ചില വകുപ്പുകൾ തന്നെയാണ്. അത് പക്ഷേ ഹൈക്കോടതി എന്റർടൈൻ ചെയ്തിട്ടില്ല. അതായത് ഹൈക്കോടതി അതിൽ കൂടുതൽ വിലയിരുത്തലുകളോ നിരീക്ഷണങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. മറിച്ച് ഹൈക്കോടതിക്ക് ഈ ഒരു ഉടമസ്ഥാവകാശം, വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ല. അത് പക്ഷേ സിവിൽ കോടതിയിൽ ഈ പറയുന്ന ഭൂവുടമകൾ അവരുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് സിവിൽ കോടതിയെ സമീപിക്കുന്ന ആ കാലയളവിൽ ഒരു സംരക്ഷണം എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ 600 കുടുംബങ്ങളിലധികം ഈ ഒരു കുടിയിറക്കൽ ഭീഷണി നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയിൽ ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്തത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ വഖഫിലെ മിക്ക വകുപ്പുകളും ഒരു വിവേചനപരമാണ്. അത് യാതൊരു തരത്തിലും ഈ പറയുന്ന ഹർജിക്കാരെ കേൾക്കുന്ന തരത്തിലല്ല. അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. അത് മാത്രമല്ല, നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് അടക്കം ഹൈക്കോടതിയിൽ അവർ ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ആക്ടിന്റെ അതിന്റെ മറ്റ് നിയമവശങ്ങളിലേക്കൊന്നും ഹൈക്കോടതിക്ക് നിലവിൽ കടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ നോട്ടീസിന്മേലൊരു നടപടി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി മുൻപത്തെ ഈ ഹർജിക്കാർക്ക്, ഭൂവുടമകൾക്ക് നിർദ്ദേശം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായിട്ട് ഇത് സംബന്ധിച്ച് സ്റ്റേ ഇറക്കാം എന്നുള്ള ഒരു വാക്കാൽ പരാമർശമാണ് ജസ്റ്റിസുമാരായ അമിത് റാവൽ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുടിയിറക്കൽ ഭീഷണി ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഹൈക്കോടതി നൽകുമെന്ന് വാക്കാൽ പരാമർശം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേ ഉത്തരവിനുള്ള സംരക്ഷണം നൽകാമെന്നുള്ള ഒരു വ്യക്തമാക്കൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സിവിൽ ഡിസ്പ്യൂട്ടാണ്. അതായത് ഈ ഭൂമിയുടെ രേഷ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് എടുത്തു കാണിച്ചത്, ഈ മുന്നിലുള്ള കേസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു വസ്തുതർക്കമാണ്, സിവിൽ കേസാണ്. അതുകൊണ്ട് തന്നെ സിവിൽ കോടതിയെ സമീപിച്ച് സ്യൂട്ട് ഫയൽ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന വഖഫ് ഭേദഗതി, വഖഫ് നിയമത്തിലെ ചില പ്രൊവിഷൻസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യമൊന്നും ഹൈക്കോടതി അത്തരത്തിൽ മുഖവിലക്കെടുത്തിട്ടില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ട്. പാർലമെന്റ് അടക്കം ഈ വിഷയം പരിഗണിക്കുന്നത് കൊണ്ടാകാം ഹൈക്കോടതി ഒരുപക്ഷെ ആ ഒരു പരാമർശം നടത്താതെ പോയത്, അല്ലേ?
തീർച്ചയായിട്ടും. കാരണം ഈ വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിൽ കൈകടത്തുന്നതിന് അല്ലെങ്കിൽ അതിൽ ഇടപെടുന്നതിന് ഹൈക്കോടതിക്ക് പരിമിതിയുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഹർജിക്കാർ നൽകിയിട്ടുള്ള ഹർജിയിലെ ചില ഈ ചോദ്യങ്ങൾ, അതായത് ഈ വഖഫ് ആക്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി മുഖവിലേക്ക് എടുക്കാതിരുന്നത്. പക്ഷേ ഈ ഹർജിക്കാരുടെ ന്യായമായിട്ടുള്ള ആക്ഷേപം, അതായത് അവർ കുടിയിറക്ക് ഭീഷണിയിലാണ്, തങ്ങളുടെ ഭൂമി അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഇക്കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന, അതോടൊപ്പം തന്നെ മൗലികപരമായിട്ടുള്ള അവകാശം ഇത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായിട്ടുള്ള ഒരു സംരക്ഷണം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിവിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞതിനൊപ്പം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന് ചില കാലതാമസമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതുവരെ ഈ പറയുന്ന ഭൂവുടമകൾക്ക് അവിടെ നിന്നും ഇറങ്ങുന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേ അടിയന്തരമായിട്ട് താൽക്കാലികമായെങ്കിലും ഇറക്കാം, അങ്ങനെ ഒരു സംരക്ഷണം തങ്ങൾ നൽകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഭൂവുടമകൾ നൽകിയിട്ടുള്ള ഹർജിയിൽ വഖഫ് ആക്ടിലെ വിവിധ ക്ലോസുകൾ, വിവിധ വകുപ്പുകളാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലേക്കൊന്നും ഹൈക്കോടതി കടന്നിട്ടില്ല. മറിച്ച് താൽക്കാലികമായിട്ടൊരു സംരക്ഷണം നൽകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിവിൽ കോടതിയെ സമീപിക്കും വരെ താൽക്കാലികമായിട്ട് ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസിന്മേൽ ഒരു സ്റ്റേ ഉത്തരവ് ഇറക്കാമെന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ശരി രേഷ്മ, മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.